ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ദോശമാവൊന്നും ചേർക്കാതെ നമുക്ക് നല്ല വീർത്തിരണ്ട പഴംപൊരി വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ. അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. 1.5 കപ്പ് മൈദ ഞാൻ അരപ്പിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈദയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പുറമേക്കൊക്കെ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള 2 നുള്ളു ഉപ്പും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്. ഷോപ്പിലൊക്കെ അവർ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരാണ് നമ്മൾ ദോശമാവിന് പകരം ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കുക. ഒരുപാട് ലൂസ് ആവരുത്. എന്നിട്ട് ലാസ്റ്റായിട്ട് 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ആകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടുക. ഷോപ്പിൽ നിന്നൊന്നും എന്തായാലും അത് ചേർക്കാതെ നമുക്ക് എന്തായാലും കിട്ടൂല അല്ലേ. അപ്പോൾ ഹെൽത്തി ആക്കണം എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. പക്ഷെ അതുണ്ടെങ്കിലേ കറക്റ്റായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഞാൻ 5 എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ വേണ്ടത്. എന്നാലേ കറക്റ്റ് ആ ഒരു പഴത്തിൽ കോട്ട് ചെയ്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ പഴംപൊരിയും കിട്ടിയിട്ടുള്ളത് എന്ന്. അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.